അസ്സലാമലൈക്കും. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയാണോ? ഞാൻ ഇന്നലെ പള്ളിയിൽ സിയാറത്തിന് പോയിരുന്നു. ഒരു കൂട്ടർ വിളിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. പാടുള്ള കാലത്തൊക്കെ ഒരുപാട് എല്ലാ ആഴ്ചകളിലും പോയി പള്ളിയിൽ പോയി സിയാറത്തൊക്കെ ചെയ്ത് നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പറയാറുള്ളതാണ്. ഇപ്പോൾ വയ്യാണ്ടായതോടുകൂടി ഞാനങ്ങനെ പോവാറില്ല. ഇപ്പം ഇവിടെ നമ്മുടെ അടുത്ത് പോലത്തെ ഒരു കൂട്ടർ പോയപ്പോൾ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. എൻ്റെ വിഷമങ്ങൾ ഇത്താടെ വിഷമങ്ങളൊക്കെ അവിടെയും കൂടിയൊക്കെ ഒന്ന് ചെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. വൈകിട്ട് വന്നതോടുകൂടി വല്ലാണ്ട് വയ്യാണ്ടായി. പിന്നെ നമ്മൾക്കിപ്പോൾ ഇവിടുന്ന് പോവാറൊക്കെ ആയോടുകൂടി ഇങ്ങായിട്ട് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്നൊരു നിശ്ചയവും ഇല്ലാത്തൊക്കെ ഒരു ഇതിലെ വിഷമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമ്മളെല്ലാ ആൾക്കാരോടും സപ്പോർട്ട് സഹായിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എപ്പോഴും നമ്മൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു ഉണ്ടല്ലോ, എല്ലാം അറിയുന്നതായ അള്ളാഹു ഉണ്ട്. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്ത് 24 മണിക്കൂറും നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്ത് കരഞ്ഞ് നിലവിളിച്ച് വിഷമിച്ചും ഇരിക്കുന്നുണ്ട്. പഠിച്ചവൻ എന്തെങ്കിലും ഒരു വഴി അള്ളാഹു കാട്ടാണ്ടിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ നല്ലവരായ മനുഷ്യന്മാർ ഈ ലോകത്ത് എല്ലാവരും ഉണ്ട്. അതിന് ആരെങ്കിലുമൊക്കെ ഞങ്ങളോടൊരു മനസ്സലിവ് തോന്നാണ്ടിരിക്കില്ല. ഈ കണ്ട കാലം നമ്മൾ ആരോടും പറമ്പു വേണം, നമുക്ക് ജീവിക്കാനൊരു നിവൃത്തിയില്ല എന്നുള്ളൊരിതിൽ എന്നിട്ടില്ല. നല്ല പ്രായത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ 5 മക്കളായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ഒരു നേരത്തെ ആഹാരത്തിന് ആരെങ്കിലും തന്നിട്ടും ഒക്കെ ആയിട്ട് ഞാൻ ഈ മക്കളെ നോക്കി ജീവിച്ച് പോയി. ഈ കണ്ട കൊല്ലം വാടകയ്ക്ക് തന്നെ ഈ കണ്ട കൊല്ലവും വാടകയ്ക്ക് 10-17 കൊല്ലത്തിന് മേലേക്ക് വാടകയ്ക്ക് ആരെക്കൊണ്ട് താമസിക്കാൻ പറ്റും? ആര് താമസിക്കും? ഞങ്ങൾ ഈ കണ്ട കൊല്ലം താമസിച്ചില്ലേ. എന്നിട്ടാണ് നമ്മളൊരു പിടി മണ്ണെല്ലാവരോടും ആവശ്യപ്പെടുന്നത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം പറയാനുള്ളൂ. എനിക്കതാ പറയാനുള്ളൂ. അതല്ലാണ്ട് വേറൊരു കാര്യവും പറയാനില്ല. ഷാജിയുടെ ഒക്കെ ഒരു ജീവിത ചരിത്രം പോലുള്ളൊരു ചരിത്രമാണ്. ആ കുട്ടിയുടെ പ്രായത്തിൽ തന്നെയാണ് ഞാനും ഈ 5 മക്കളായിട്ട് ഇങ്ങനെ അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാണ്ട്. പിന്നെ നമ്മൾക്ക് വാപ്പയോ ഉമ്മയോ കുടുംബത്ത് കയറ്റി നിർത്താൻ അന്ന് കുറേ കാലത്തിന് മുപ്പിട്ട് വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8 കൊല്ലത്തിന് മേലെ എൻ്റെ വാപ്പയും ഉമ്മയും മരിച്ചിട്ട്. നമ്മൾക്ക് ആങ്ങളമാരും രക്തബന്ധങ്ങളും അല്ലെങ്കിൽ ബന്ധസ്വന്തക്കാരും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സങ്കടങ്ങൾ കാണാനുള്ള ആൾക്കാരൊന്നും നമ്മൾക്കില്ല. നമുക്ക് ആരും ഒരു താങ്ങും തണലുമായിട്ട് ആരും ഉണ്ടായില്ല. നമ്മളാരും ആ കാലത്തൊന്നും നമുക്കാരും വേണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് ഓരോ ദിവസങ്ങൾ മക്കളെയായിട്ട് ജീവിച്ച് പോകണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ അങ്ങോട്ട് ജീവിച്ച് പോയി. ഇപ്പോഴൊക്കെ വയ്യാണ്ടായി. വയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര വയ്യായകളല്ല എൻ്റെ ശരീരത്തിൽ, വലിയ വലിയ അസുഖങ്ങളും അതിനൊക്കെ നല്ല നല്ല മരുന്നുകളും നല്ല നല്ല ചികിത്സകളൊക്കെ. അതും നമ്മൾ അള്ളാഹിനോട് മാത്രം പറയുന്നുള്ളൂ. നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ നമ്മൾ ഈ ലോകത്തിൽ നല്ലവരായ മനുഷ്യന്മാരും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അവരോടൊക്കെ ഞാൻ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ നമ്മളെ എവിടെയെങ്കിലും ആരും അറിഞ്ഞിട്ടില്ല, എത്തിപ്പെട്ടിട്ടില്ല. ഞങ്ങളിങ്ങനൊരു ജീവിതം ജീവിക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല. ഇന്നും ഇന്നലെയും ജീവിക്കുന്നതല്ല, കൊല്ലങ്ങളോളമായി ഞങ്ങളിങ്ങനെ വാടകയ്ക്ക് നടക്കണം. ആരെക്കൊണ്ടാണ് പറ്റിക്കണ്ടാനപ്പെട്ട കൊല്ലങ്ങൾ വാടകയ്ക്ക് ഒരു ജന്മം മുഴുവനും ജീവിച്ച് തീർക്കാനായിട്ട്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നും കൂടി പോകേണ്ട വന്നാൽ ഞങ്ങൾക്ക് ഇനി ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ്. ഈ വീട്ടിലും ഞങ്ങൾക്ക് പറ്റുന്നില്ല കിടക്കാൻ. വാടകകൾ കൊടുക്കാനും മരുന്നുകളും കാര്യങ്ങളും ഒരു ദിവസം പോലും ജീവിക്കാൻ മാർഗമില്ലാത്ത ഏറ്റവും അതം പതിഞ്ഞ പാവപ്പെട്ട നമ്മൾ എന്തുട്ടാ ചെയ്യുക? എല്ലാ സങ്കടങ്ങളും നമ്മളെ ഈ കേരളക്കാരോടെല്ലാം വിളിച്ച് പറയണം. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തൊക്കെ സഹായിക്കുക. അള്ളാഹു നമ്മൾക്ക് എന്തെങ്കിലും ഒരു നേർവഴി കാട്ടിത്തരും എന്നുള്ളൊരു ഇതിലാണ്. നമ്മൾക്കൊന്നും വേണ്ട, ആരുടെ സ്വത്തും മുതലിനോടും നമ്മൾക്ക് ഒന്നിനോടും ആഗ്രഹമില്ല. ഞങ്ങൾക്കൊന്ന് കീറിക്കെടുക്കാനൊരു തുണ്ട് മണ്ണ് മാത്രമേ ഞങ്ങളെല്ലാവരോടും പറയും. അത് ഞങ്ങൾ ഗവൺമെൻറ്റിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റൊന്നും 6 കൊല്ലത്തോളമായി ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ കാര്യം കിട്ടിയത്? നമ്മളെ നല്ല ജീവിതങ്ങളൊക്കെ ഒരുവിധം ജീവിച്ച് കഴിഞ്ഞ്
10-12 കൊല്ലം കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് ഞാൻ എഴുതി കൊടുത്തത്. നമ്മളാരും ബുദ്ധിമുട്ടിക്കാൻ, സ്ഥലമില്ല, വീടില്ല, ജീവിക്കാൻ മാർഗ്ഗമില്ല എന്നൊന്നും നല്ല പ്രായത്തിലൊന്നും നമ്മളോട്. പിന്നെ ഒരു നേരത്തെ നമ്മൾ ഈ 5 മക്കളെ നോക്കി ജീവിക്കുന്ന കാരണം കൊണ്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക ആരെങ്കിലും തന്നാൽ 2 കൈയും കീട്ടി സ്വീകരിച്ച് മേടിക്കും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന ജോലികൾ ചെയ്യും. അങ്ങനെ നമ്മൾ വല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കും. ഇന്നും എനിക്ക് പാടുണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം ഒരു നേരം വയ്ക്കാനുള്ള എനിക്കുള്ള വക തരും. അത് ആ ഡ്രസ്സ് എടുക്കണവരും എന്തെങ്കിലും എനിക്ക് അരി മേടിച്ചോളാൻ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും തരും. ഡ്രസ്സിൻ്റെ കാശ് എല്ലാത്തിൻ്റെ തന്നെ. അങ്ങനെയൊക്കെ നമ്മൾക്ക് ജീവിക്കാം. പക്ഷേ എനിക്കത് പറ്റണില്ല. ഇപ്പോൾ എൻ്റെ മുഖം കണ്ടില്ലേ, നിറച്ച് നീരായിട്ടിരിക്കുന്നു. ശരീരം കണ്ണ് കണ്ട പൂന്താത്തത്. കൈയും കാലമൊക്കെ വന്നാൽ എല്ലിലേപ്പിലൊക്കെ നിറച്ച് നീരാണ്. ഒരു സാധനം എടുത്തുങ്ങായിട്ട് എനിക്ക് എടുത്ത് പിടിക്കാനും നിൽക്കാൻ ഒരു പറ്റുമോ തട്ടി മറിഞ്ഞ് വീഴാം. ഇങ്ങനത്തെ ഞാൻ എന്തൊട്ട് ചെയ്യുക? ഇത്രയും കാലം ഞാൻ ജീവിച്ചില്ല. എൻ്റെ മക്കളെ നോക്കി ഞാൻ ജീവിച്ചില്ല. ഇനിയല്ലേ നിങ്ങളോട് എല്ലാവരോടും പറയുന്നുള്ളൂ. ഇനി പറയുന്നതിൽ ഒരു വിഷമവും ഇല്ല. എനിക്കൊരു ഇപ്പൊന്നും ഒരു നാണക്കേടില്ല. അന്നൊക്കെ നാണക്കേടുകളുണ്ടായി. നല്ല പ്രായത്തിലൊക്കെ ഇങ്ങനെ ആൾക്കാരോട് അലഞ്ഞ് നടക്കുന്നു. എന്നാലും പോയിട്ടുണ്ട് ഞാൻ. എൻ്റെ മഹലത്തിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹല കടലാസം തന്ന് 5-6 പേരെ അടുത്തേക്കും പോയിട്ടുണ്ട്. കുറച്ച് പേരെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ ഗവൺമെൻറ്റിനോട് പറയാൻ പറഞ്ഞില്ലേ. പിന്നെ ജോസഫ് അലിക്കാടെ അടുത്തും പോയിട്ടുണ്ട്. ഇക്കാനെയും കാണാൻ പറ്റില്ല. അപ്പം എല്ലാവരും നമ്മളെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ ഒരു പാവപ്പെട്ട കുടുംബക്കാർ കെടുക്കുന്നുണ്ടെന്ന് ആരോ കണ്ണിൽ എത്തുപെട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പം എല്ലാവരും അറിയുന്നവർ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊക്കെ സഹായിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കും കേട്ടെ ഞങ്ങളെ.